സിനിമാക്കാരൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഷൂട്ടിംഗ് പൂർത്തിയാക്കി നിരവധി ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങുകയും കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസായിട്ട് എത്തുകയും ചെയ്ത കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ് എന്ന ബോളിവുഡ് സിനിമയെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. കിരൺ റാവു എന്ന സംവിധായകയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നടൻ അമീർ ഖാന്റെ മുൻ ഭാര്യയാണ് അവര്. അത് കൂടാതെ അവര് മുന്നേ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ധോബി ഘട്ട് എന്നുള്ള സിനിമ. പുതിയ സിനിമയിൽ കിരൺ റാവു സംസാരിക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്. അത് എത്രമാത്രം മനോഹരമാണെന്ന് വെച്ചാൽ ഈ 2024 ഇതുവരെയുള്ള സിനിമകൾ വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഞാൻ ഒരിക്കലും ഒരു സിനിമയെ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ വളരെ കുറവാണ്. അത്രയധികം ആളുകൾ ഇൻറ്റൻസ് ആയിട്ട് കാണേണ്ട സിനിമകൾ മാത്രമേ ഞാൻ മസ്റ്റ് വാച്ച് എന്ന് പ്രിഫർ ചെയ്യാറുള്ളൂ. ഈ സിനിമ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. ഈ കിരൺ റാവു എന്ന സംവിധായകയ്ക്ക് പ്രേക്ഷകരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. സ്ക്രീൻ പ്ലേയിലൊക്കെ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണ് സംവിധാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് സ്ക്രീൻ പ്ലേ എന്നൊക്കെ പറയില്ലേ, അത്ര ഗംഭീരമാണ് സ്ക്രീൻ പ്ലേ. ലാപത ലേഡീസ് എന്ന ഈ സിനിമയുടെ ഭംഗി അതിലെ ട്രീറ്റ്മെന്റ് തന്നെയാണ്. സിനിമ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകളുടെ ശാക്തീകരണം പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഫെമിനിസം ഒരു വേഷൻ ഇതിനകത്ത് വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ട് ഫെമിനിസ്റ്റത്തോട് സാദൃശ്യം പറയുന്നുണ്ടെങ്കിൽ തന്നെയും മറ്റു ജെൻഡറുകളെ അല്ലെങ്കിൽ ആണുങ്ങളെയൊക്കെ ഒട്ടും മോശമാക്കാതെ അവരെയൊക്കെ കൃത്യമായിട്ട് ഓരോരോ പേഴ്സ്പെക്റ്റീവ് പോയിന്റിൽ വ്യൂ ചെയ്യുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ സിനിമ നടക്കുന്നത് നിർമ്മൽ പ്രദേശ് എന്നൊരു സാങ്കല്പിക സ്ഥലത്താണ്. ഈ സിനിമ ഒരു സോഷ്യൽ സറ്റയറാണ്, പൊളിറ്റിക്കൽ അല്ല, സോഷ്യൽ സറ്റയറാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളും രീതികളും ഒക്കെ നിലവിലുള്ള സാമൂഹിക സാഹചര്യങ്ങളോട് ഒരു കോപ്പി എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് സിനിമ കണ്ടാൽ ബോധ്യപ്പെടും. സിനിമ തുടങ്ങുന്നത് കല്യാണരംഗമാണ്. കല്യാണത്തെ കഴിഞ്ഞ് വരനെയും വധുവിനെയും ഈ വരന്റെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ കൂടി ബൈക്കിലും ഓട്ടോറിക്ഷയിലൊക്കെ ആയിട്ട് ഒരു ഗ്രാമത്തിലെ ഒരു പുഴയുടെ തീരത്തേക്ക് എത്തിക്കുന്നതാണ്. പുഴയുടെ തീരത്ത് നിന്ന് അവരെ വള്ളത്തിൽ കയറി തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കുന്നു. ഇതിൽ കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് പുറത്തു കയറി നിന്നാണ് യാത്ര ചെയ്യുന്നത്. 2001 സിനിമ നടക്കുന്നത്. മൊബൈലൊക്കെ ഇന്ത്യയിൽ കടന്നു വരുന്ന ആ കാലഘട്ടത്തിലാണ് സിനിമ കിടക്കുന്നത്. അപ്പോൾ ആ ബസ്സിന്റെ മുകളിൽ കയറി യാത്ര ചെയ്തിട്ട് പിന്നീട് അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാമോ എന്ന് അറിയില്ല, ഒരു കുഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ ട്രെയിൻ നിർത്തുകയും അവിടെ നിന്ന് വരന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. കമ്പാർട്ട്മെന്റിൽ കയറുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവിടെ വേറെ 2 പെൺകുട്ടികൾ നവവധുക്കളായിട്ടിരിക്കേണ്ട അവർ 2 പയ്യന്മാരുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവർ ട്രെയിനിൽ നല്ല തിരക്കായതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു കുറച്ച് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് അവര്. അങ്ങനെ അവർ ചെറിയ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ചിരി വരും. അവരുടെ സംഭാഷണങ്ങളൊക്കെ കേട്ടാൽ എത്ര സ്ത്രീധനം കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ നായകന്റെ പേര് ദീപക് എന്നും നായികയുടെ പേര് ഭൂൽ എന്നുമാണ്. പിന്നീട് വേറൊരു നായികയുണ്ട്, അവരുടെ പേര് ജയശ്രീ. എന്ത് സ്ത്രീധനം കിട്ടി, ബൈക്ക് കിട്ടിയോ എന്ന് പറയുന്നത്. അപ്പൊ തൊട്ടടുത്തിരുന്ന പുള്ളിക്കാരൻ എനിക്കൊരു ബൈക്കും കിട്ടി, അതിൽ ഫുൾ ടാങ്ക് പെട്രോളും കിട്ടി എന്ന് പറയുന്നുണ്ട്. സിനിമയിൽ കോമഡിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്ലാപ്സ്റ്റിക് കോമഡികളൊന്നും ഇല്ല. സംഭാഷണങ്ങൾ തന്നെയാണ് ഗംഭീര കോമഡികളായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഇതുവരെ പോയിക്കുമ്പോ ദീപക് എന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് വരുമ്പോഴേക്കും ഇതിലെ തിരക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറയുമ്പോൾ തന്നെ ലേഡീസും ജെന്റ്സൊക്കെ പരസ്പരം ഒന്ന് ഷഫിളായിട്ട് മാറിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും അറിയാതെ ദീപക് വീണ്ടും ട്രെയിനിൽ കയറുകയും രാത്രി ആകുമ്പോഴേക്കും ദീപകിനെത്തേണ്ട മൂർത്തി എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തുകയും പെട്ടെന്ന് തന്നെ വധുവിന്റെ കയ്യിൽ പിടിച്ച് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഒരു ബസ്സിനകത്ത് കയറി ദീപകിന്റെ വീട്ടിൽ എത്തുകയുമാണ്. ദീപകിന്റെ വീട്ടിലെത്തി ദീപകിന്റെ വീട്ടിലേക്ക് ആരതി ഒഴിഞ്ഞ് പെൺകുട്ടിയെ വീട്ടിനകത്ത് കയറാൻ നേരത്തെ ഈ മുഖത്തെ ദുപ്പട്ട പൊക്കി മാറ്റാൻ നേരത്താണ് മനസ്സിലാവുന്നത് വധുവിനെ മാറിപ്പോയി ട്രെയിനിൽ വെച്ച് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. പിന്നീട് നടക്കുന്ന അതിഗംഭീരമായ ഒരു അനുഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. 2 മണിക്കൂറുള്ള സിനിമ ഒരു ഗംഭീര അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഈ സിനിമ പറയുന്നത് വളരെ ഡ്രാമയാണ്, സറ്റയറാണ്, സോഷ്യൽ റെലവൻ്റ് ഉള്ള സബ്ജക്റ്റാണ്. അപ്പോഴൊന്നും നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ വളരെ ഗംഭീരമായി തന്നെ നമുക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ദീപകിന്റെ യഥാർത്ഥ ഭാര്യയായ ഭൂൽ എത്തിപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ, അതായത് ദീപകിന്റെ വീട്ടിലെത്തുന്ന ഈ ജയശ്രീ എന്ന് പറയുന്ന ഈ പെൺകുട്ടി
ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ജീവിതാവസ്ഥയാണ്. ദീപകിന്റെ വീട്ടിൽ ജയശ്രീ പരിപൂർണ്ണ കംഫർട്ടായിരുന്നു. കാരണം ജയശ്രീ എഡ്യൂക്കേറ്റഡ് ആണ്. അവൾ വേറെന്തോ ഉദ്ദേശം കൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്. അവൾക്ക് വേറെന്തൊക്കെയോ അവൾക്ക് നേടാനുണ്ട്, ചെയ്യാനുണ്ട്, പറയാനുണ്ട് എന്നൊക്കെ നമുക്ക് അവളിൽ തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. അതേസമയം മറ്റേ ഭൂൽ എന്ന് പറയുന്ന പെൺകുട്ടി യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് വേറൊരു കുഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ പെട്ടുപോവുകയും നടത്തുന്ന അതിജീവനത്തിനായുള്ള ശ്രമങ്ങളൊക്കെയാണ്. ഈ ഭൂൽ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഹെൽപ്പ് നൽകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലെ ചായക്കട നടത്തുന്ന കഥാപാത്രം, അതുപോലെ അവിടുത്തെ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പയ്യൻ കഥാപാത്രം, അവിടുത്തെ ഭിക്ഷാടനം നടത്തുന്ന അബ്ദുൽ എന്ന് പറയും, കാലൊക്കെ കെട്ടിവെച്ചിട്ട്, ശരിക്കും അയാൾ ബന്ധനമൊന്നുമല്ല, കാലൊക്കെ കെട്ടിവെച്ചിട്ട് ഇവനും ഈ മറ്റേ പയ്യനോട് കൂടി നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്, ഭിക്ഷാടനം. അപ്പൊ ഈ 3-4 പേരും നമ്മളുടെ ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ ഗംഭീരമാണ് സിനിമ. കൂടുതലൊന്നും എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനില്ല. സംവിധായകൻ കിരൺ റാവു എടുത്തിട്ടുള്ള മറ്റൊരു മാസ്റ്റർ ക്രാഫ്റ്റ് എന്ന് തന്നെ പറയാം. അത് നിർമ്മിച്ചിരിക്കുന്നത് കിരൺ റാവുവിന്റെ മുൻ ഭർത്താവായ അമീർ ഖാൻ തന്നെയാണ്, നമ്മുടെ നടൻ അമീർ ഖാൻ തന്നെയാണ്. സിനിമയുടെ വിഷ്വൽ വളരെ സിനിമയുടെ 100% നീന്തി പുലർത്തി. അത്ര മനോഹരമാണ് വിഷ്വൽ. തുടക്കം തന്നെ നമ്മളെ പിടിച്ചിരുന്ന രീതിയിലെ വിഷ്വൽസ് ആണ് സിനിമയിൽ വരുന്നത്. 2001 നോർത്ത് ഇന്ത്യയിലെ കുഗ്രാമങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ എന്ന് വേണ്ട കഹോന പ്യാർ ഹെ എന്ന സിനിമ 2001 റിലീസാണ്. ആ സിനിമയെ കഹീന പ്യാർ ഹെ എന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് ഒരു ഫ്ലെക്സ് ബോർഡ് ആ സിനിമയിൽ, തിയേറ്ററിൽ ബോർഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിലൊരു സറ്റയറാണ് സിനിമ എന്ന് എടുത്തു പറയേണ്ടത്. ഈ പടത്തിലെ പശ്ചാത്തല സംഗീതവുമാണ്. രാം സമ്പത്താണ് സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമയോട് 100% ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന പശ്ചാത്തല സംഗീതവുമാണ്. ഒരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്. സിനിമ നിലവിൽ ജിയോ സിനിമയിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ ടെലിഗ്രാം ലിങ്കുകളും ഫയലുകളൊക്കെ അവൈലബിൾ ആണ്. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. മോശപ്പെട്ട സിനിമയൊന്നുമല്ല. അത് ഒരൊട്ടും തന്നെ പ്രേക്ഷകരോട് സെക്കൻഡ് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ, നമുക്ക് നോർമൽ ഓഡിയൻസിന് പോലും, ഹിന്ദി അറിയില്ലാത്ത പ്രേക്ഷകർക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ലളിതമായൊരു ഭാഷയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസിനാണ്. എല്ലാവരും തന്നെ കാണും. കഥ എഴുതിയിരിക്കുന്നത് വിപ്ലവ് ഗോസ്വാമിയാണ്. സിനിമയുടെ മെയിൻ തീമിനെ ആധാരമാക്കി സ്നേഹ ദേശായി എഴുതിയിരിക്കുന്ന പടത്തിന്റെ സ്ക്രീൻ പ്ലേ ആണ് പടത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എല്ലാ സിനിമയുടെ ബാക്ക് ബോൺ സ്ക്രീൻ പ്ലേ ആണ്. ആ സ്ക്രീൻ പ്ലേ ഗംഭീരമായ ഒരു രീതിയിൽ എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ആ സിനിമ ഗംഭീരമാവുന്നതിന് അടിവരയിടുന്ന ഒരു ഉദാഹരണമാണ് ഈ സിനിമ. നമ്മുടെ അഭിനേതാക്കളെ കുറിച്ച് പറഞ്ഞാൽ, ദീപക് എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിച്ച അദ്ദേഹം, അതുപോലെ തന്നെ ഭൂൽ എന്ന് പറഞ്ഞ നായികയെ അവതരിപ്പിച്ച ആ ഒരു പെൺകുട്ടി, അത് വളരെ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഭൂലിനെ സപ്പോർട്ട് ചെയ്യുന്ന കോഫി ഷോപ്പ് നടത്തുന്ന, റെയിൽവേ സ്റ്റേഷനിൽ കോഫി ഷോപ്പ് നടത്തുന്ന സ്ത്രീയുമായി മഞ്ജു, അങ്ങനെയെങ്ങാണ്ട് അതിന്റെ പേരെന്ന് തോന്നുന്നു. അവര് ഛായാകഥം എന്നാണ് അവരുടെ പേര്. അവര് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അത് കൂടാതെ ഇവര് പോലീസ് ഈ ഗ്രാമത്തിൽപ്പെട്ട് ദീപക് കൊണ്ടുവരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ദീപക് കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ പുറകെ ഇത് ഈ പെൺകുട്ടി പറയുന്നതൊക്കെ മൊത്തം കള്ളമാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് പറയുന്നത്. അപ്പൊ ഇവര് ആരാണെന്ന് അറിയാൻ വേണ്ടി പോലീസുകാരുടെ അഭിനയിച്ചിരിക്കുന്ന രവി കിഷനാണ്. പോലീസുകാർ അവരുടെ പുറകെ നടന്ന് അവരെ ട്രേസ് ചെയ്ത് ക്യാമറയും ഒക്കെ അവരുടെ ഫോട്ടോയൊക്കെ എടുക്കും. അപ്പൊ അവർ ആ രവി കിഷൻ എന്ന പോലീസുകാരന്റെ റോൾ അഭിനയിച്ചിരിക്കുന്ന രവി കിഷൻ വളരെ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ എടുക്കുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്നത് മാത്രമല്ല, അവസാന ക്ലൈമാക്സ് പോലും നമുക്ക് ഒരു ഗംഭീര ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത്. എല്ലാവരോടും വീണ്ടും പറയുകയാണ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.